കോൾഡ് അല്ലെങ്കിൽ കഫം കെട്ടി നിന്നിട്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മുൻപൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ വന്നിരുന്നത് ഇതിപ്പോൾ ഓരോ മാസം വീതമായിട്ട് വരുന്നുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ ഈ ഒരു ചുമയും കഫമൊന്നും തന്നെ പൂർണ്ണമായിട്ട് മാറുന്നുമില്ല. അപ്പോൾ അതിന് മാറ്റാൻ സഹായിക്കുന്ന വളരെ നല്ല ഔഷധ മൂല്യമുള്ള ഒരു ഒറ്റമൂലി കൂട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ ഈ ഒരു കഷായം തയ്യാറാക്കാൻ ഒരു പിടി നിങ്ങളുടെ കയ്യിൽ ഏത് തുളസിയാണോ ഉള്ളത് അതെടുക്കാം. കഫത്തെ കളയാൻ വേണ്ടിയിട്ടും നമ്മുടെ ശ്വാസകോശത്തിന് നല്ലൊരു സപ്പോർട്ടായിട്ട് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി അലർജിക് ആക്ഷൻ ഉണ്ട്. അപ്പോൾ തുമ്മലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഉണങ്ങിയ ഇഞ്ചി ചുക്കെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വിശപ്പ് പ്രശ്നങ്ങൾക്കൊക്കെ, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്തുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും അല്ലെങ്കിൽ തൊണ്ട ചൊറിച്ചിൽ, നല്ല ശരീരവേദന കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ കൊറിയാണ്ടർ സീഡ്സ്, മല്ലി, പച്ചമല്ലി എന്ന് പറയുന്ന ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും ഉറക്കക്കുറവ് കുറയ്ക്കാനൊക്കെ ഈ സമയത്ത് നല്ലതാണ്. പിന്നെ ഫ്ലൂവിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും വൈറ്റമിൻ ഇയും സിയും ഫോളിക് ആസിഡും ഒക്കെ തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ ചുമ കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ, നല്ലൊരു റെസ്പിറേറ്ററി ട്രാക്റ്റ് ക്ലിയർ ആക്കാൻ നല്ലതാണ്. പിന്നെ അതിലേക്ക് ജീരകം ആൻറ്റിസെപ്റ്റിക്, അയണിൻ്റെ ഒരു സോഴ്സാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. അപ്പം ഇതിന് ഞാൻ ചുമ കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ മധുരത്തിനും എന്നുള്ള രീതിയിൽ കൽക്കണ്ടം ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ളത് ദശമൂല കഷായ ചൂർണ്ണമാണ്. ദശമൂലം എന്ന് പറയുന്നത് പാടല, അഗ്നിമന്ദ, ശോനാക, ബിൽവ, കാശ്മീരിയ, കണ്ടകാരി, കാബ്രിഹതി, ശാലിപർണി, വൃഷ്ണിവർണി, ഗോക്ഷൂര, ഇതി ദശേമാനി എന്ന് പറയുന്ന ഈ ഒരു 10 ഔഷധങ്ങളുടെ വേരുകൾ ചേർത്തിട്ടുള്ളതാണ് ദശമൂല കഷായ ചൂർണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. നന്നായി തിളച്ച് നമ്മൾ വെച്ചതിനേക്കാൾ അല്പം ഒന്ന് വറ്റിയതിന് ശേഷം, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആവശ്യാനുസരണം ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും തന്നെ കഫത്തെ ഒരുക്കി കളയാൻ വളരെ നല്ലതാണ്. വെറ്റിലയുണ്ടല്ലോ, ബീറ്റിൽ ലീഫ്, അത് ഒരു സ്പൂണ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് സമം തന്നെ തേനും ചേർത്തിട്ട് ഒരു 2-3 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നതും തന്നെ ഇതുപോലെയുള്ള കുത്തിയുള്ള ചുമയും കഫം അല്ലെങ്കിൽ കഫത്തിൻ്റെ പല പ്രശ്നങ്ങളും, നമുക്ക് മൂക്കൊലിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നെക്സ്റ്റ്, തുളസിയുടെ ജ്യൂസ് ഇതുപോലെ വെള്ളം ചേർക്കാതെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിലേക്ക് അതേ അളവിൽ തന്നെ തേനും ചേർത്ത് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, കഫം കുറയ്ക്കാൻ നല്ലതാണ്.